അമ്മമാര്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു റംസാൻ സ്പെഷ്യലാണ് കേട്ടോ. ഞാനിപ്പം ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. ടൈം ഇപ്പം 3 മണിയായി, വൈകുന്നേരം 3 മണി. രാവിലെ മുതലേ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അപ്പം വൈകുന്നേരം മുതലുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നാണെങ്കിൽ ഇക്കാക്കുന്ന നോമ്പ് തുറക്കാനില്ല, മുട്ടാൾ മണ്ണാർക്കാട് സൈറ്റിൽ പോയിക്കുന്നു. ചിലപ്പോഴേ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും എത്തൽ. ഇൻഷാ അല്ലാ ഇന്ന് റംസാൻ സ്പെഷ്യലായിരിക്കും. ഇന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാക്കും പലഹാരം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. താഴത്ത് മക്കളൊക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും എണീച്ചിരിക്കണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കിച്ചണിലെത്തിന്. ആദ്യം നമ്മൾ കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ഫസ്റ്റ് കിച്ചൺ വരുന്നത്. ഇവിടുന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ചായ ചൂടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഇത് വാഷിംഗ് ഏരിയ എന്ന് പറയുവാണെങ്കിൽ, ഫ്രിഡ്ജ്, കുറച്ച് സ്റ്റോർ റൂം, നമ്മളെ കണ്ടോ സ്റ്റോർ റൂം കാര്യങ്ങൾ. പിന്നെ ഇവിടെ നിന്നാണ് പാത്രമൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കൽ. ഇതാണ് മെയിൻ കിച്ചൺ നമ്മളെ. ഇവിടെ നിന്നാണ് ഫുഡ് എല്ലാം കുക്ക് ചെയ്യലും. പിന്നെ നമ്മളടുപ്പ്, ഇങ്ങോട്ടേക്ക് വിറക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടാണ് തിരുമ്പുന്നത്. ഇവിടാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പം ആരും എത്തിയിട്ടില്ല. അനീസ് ഉമ്മച്ചിയൊന്നും എണീച്ചിട്ടില്ല. 3 മണി ആയിട്ടുള്ളൂ. 3:30ക്കാണ് സ്വതവേ കയറൽ. പിന്നെ വീഡിയോ എടുക്കാനായതും കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചെന്നേയുള്ളൂ. പിന്നെ സമൂസയും പിന്നെ ബനാന കേക്ക് കൊണ്ടു അപ്പം ചിതാവായി കൊണ്ടുവന്നു. അപ്പം ഇന്ന് സമൂസയും ബനാന കേക്കും ആക്കാമെന്ന് വിചാരിച്ച്. ഉമ്മച്ചി എണീച്ചിട്ട് ഉമ്മച്ചി തീയിട്ടുണ്ട്. അതാ അടുപ്പത്ത് ഫുള്ള് തീയ. ഉമ്മച്ചി പലഹാരപ്പണിയിലേക്കുള്ള നമ്മളെ സമൂസയിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കാണും. ബാക്കിയൊക്കെ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. നോമ്പില്ല താത്തായി കള്ളത്തി ഒരു കള്ളത്തി കണ്ടില്ലേ? ഷിപ്പ തിന്നണ്. ഞാൻ തിന്നട്ടെ, ഇഞ്ചി തരോ? ഇഞ്ചി വേണോ? ഓ അത്തായി കള്ളത്തി. വെച്ച് കൊണ്ടുവന്നേ ഇവിടെ ഇല്ലല്ലോ. അല്ല സമൂസൊക്കെ ഉള്ളതൊക്കെ അയക്കുന്നത്. മേഡം അനീസ പേരിക്കുള്ളതാക്കുന്നുണ്ട്. അമ്മച്ചി പൊടി വയ്ക്കാൻ ഉമ്മനെ സഹായം. അമ്മച്ചി പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കിക്കല്. ഞാൻ മറ്റോളെ കളിയാക്കാനായിട്ട് അരിയുണ്ട്. സാമ്പാറിന് അത്തായിക്കള്ളെ ബെസി പിടിക്കല. അത്തായിക്കള്ള ബെസി അടേ മറ്റേ ഹേയ് സിനിമ എടുക്കുന്ന മകൾ എന്നെ എപ്പോൾ എല്ലാവരും ചോദിക്കും ഈ മോള് എന്ന് പറയുന്നത് ആരാണെന്ന്. ഈ കാട്ടാനുള്ള ഇത് ഇവിടെ നിന്നാണ് നമ്മൾ പാത്രങ്ങളൊക്കെ ഇവിടാണ് കെയ്യ് കൊണ്ടേക്കൽ. കെഞ്ചുങ്കല്ലിൽ നിന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇതില്ല ഇട്ടിട്ട് നമ്മൾ വാട്ടുക. അതിലേക്ക് ഇതാദ്യം വെളിച്ചെണ്ണ കൊഴിഞ്ഞിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല വാറ്റാൻ കഴിച്ച കുരുമുളകും ജീരകവും പിന്നെ മസാലകളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇറച്ചി വേവിക്കാൻ വെക്കും. സമൂസയിലേക്കുള്ള ഇറച്ചി നമ്മൾ അടുപ്പത്ത് വെച്ച് അനീസ അരി കഴുകുന്നുണ്ട്. ചോറിന് വെള്ളം വെച്ച് രാത്രിത്തേക്കുള്ള ചെമ്മീനാണ് കേട്ടോ. നമ്മളിവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നോമ്പ് 30 ഈ ചെമ്മീനും മുരിങ്ങക്കായും ആയിരിക്കും ഇവിടെ കറി ഉണ്ടാവുക. മെനുവിൽ ഒരു മാറ്റം വരില്ല. ചേച്ചി
കുഞ്ഞായിയൊക്കെ കാണാം. 5 പറയുവാ. 5 ശരി കുട്ടിയാ. ടൈം 4-4:30 ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് കേട്ടോ. ആദ്യം അടുപ്പത്തേക്ക് അരിയിട്ട് അതിന് ശേഷം സമൂസക്കുള്ള പരിപാടി നോക്കി. കേട്ടോ ഇന്ന് രാത്രി അതായത് നോമ്പ് തുറക്കുമ്പോൾ തിന്നാനുള്ള കോഴിക്കറിയാണ്. പിന്നെ അതിലേക്കുള്ള തേങ്ങ ചെമ്പിക്കിന്, രാത്രിത്തേക്കുള്ള ക്യാരറ്റ് അയക്കിന്, പിന്നെ കുറച്ച് പാത്രം ഇടുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പീടിയെ പോയിട്ടോ കറി വെക്കാനായിട്ട് ചിക്കൻ മസാല ഇല്ല, അപ്പം അതും വാങ്ങി കൊണ്ടുവന്ന്, പിന്നെ പാലും വാങ്ങി തരി വച്ചാനും ഉമ്മച്ചി പരുത്തുണ്ട്. ഞാൻ പീടിയെ പോയിലൊക്കെ വരുമ്പോഴത്തേനൊക്കെ ഉമ്മച്ചി പത്തിരി, അതായത് സമൂസക്കുള്ള പത്തിരിയൊക്കെ ഏകദേശം ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ടൈം 5 മണി കേട്ടോ, പക്ഷെ നേരം വൈകുന്നു എന്താ അറിയില്ല. ഉമ്മച്ചീൻ്റെ പത്തിരി നല്ല വലിപ്പമുണ്ട്. ഉണ്ടാക്കല് മനാക്കലും കുറച്ചും കൂടി ഒരു എളുപ്പം തോന്നും. ഞാൻ പകുതി ആയപ്പോൾ സമൂസ ഉണ്ടാക്കുന്ന ആളെത്തിട്ടോ. നമ്മളെ മോളാണ് സമൂസ ഉണ്ടാക്കുന്നത്. എന്താ മോളെ ഈ ഇങ്ങനെ പൊത്തിയൊക്കെ അല്ലേ തീനാട്ടത്. അവിടെ അനീസ കറിയിലേക്കുള്ള കരിയുന്നുണ്ട്. മറ്റു സ്കെറ്റാൻ പോയിക്കില്. ഇപ്പം ടൈം എത്ര മണിയായി അറിയോ? 5:10 അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി സെറ്റാകണം. സമൂസന്റെ ഒക്കെ ഏകദേശം ആയിരിക്കണം. ഉമ്മച്ചി അവിടെ കോഴിക്കറി ഉണ്ടാക്കണം. ആ ഉമ്മച്ചിന്റെ കൂടെ കോഴിക്കറി ഉണ്ടാക്കാൻ നിൽക്കുക. ഉള്ളി ഇതൊക്കെ എന്തൊക്കെ? കരിവേപ്പില, പച്ചമുളക്, ചെറിയ വലിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് വറുക്കുക. മറ്റേത് കോഴി കുക്കറിലുള്ള. അതാ ഉമ്മച്ചി ആക്കുന്നുണ്ട്. വറുത്തിട്ട് ഒരു ഫ്ലെക്സ് കൊടുത്താൽ ഫ്ലെക്സ് ഇവിടെ ഇവിടെ ഫ്ലെക്സ്. താങ്ക് യു. എന്നാ ഊറ്റട്ടെ. വന്നിടമോ? ഇല്ല പഴം പഴം വെൽപ്പിനുണ്ട് 2.
ഞാൻ വരുമ്പോ നേരത്തെ പോയപ്പോ വാങ്ങിയതാ. മോളെ വകാണ്ടെന്ന് ഇന്ന് മോളെ സ്പെഷ്യലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എന്തേലും ഇതിൻ്റെ പേര് ബനാന കേക്ക്. നമ്മളെ സ്പെഷ്യൽ. ഞാൻ ടേസ്റ്റ് കൊണ്ട് ഇത് തെയ്യോ എന്നുള്ള സംശയം. എന്റെ മുഖം എടുക്കരുത് എടുത്തില്ല. അങ്ങനെ ഫുള്ള് പ്രൊഫഷണലായിട്ട് കട്ടിങ് ഒക്കെ കണ്ടാൽ ഞങ്ങൾ നെട്ടും. മോക്ക് വേണ്ടി മോള് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടപ്പിടി എന്നാണ് നമ്മളിങ്ങനെ ഇട്ട പേര്. ചോട്ടുണ്ട് അപ്പോൾ നമ്മള് സമൂസ അടുപ്പത്തേക്ക് ഇടാൻ പോട്ടെ. നമ്മൾ ഫുള്ള് ടേസ്റ്റി ആയിട്ടുണ്ടാവും കുക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ പുറത്തേക്ക് അത് നെയ്യിട്ടു. നെയ്യിട്ട് പിന്നെ അവിടെ മറ്റേ ബനാന അരിഞ്ഞ് വെച്ചിട്ട് സെയിം ഓയിൽ ഒരടുപ്പത്തുനിന്ന് ബനാനയാകുന്നു, ഒരടുപ്പത്തുനിന്ന് സമൂസ കളിക്കുന്നു, ചാടി മറിയുന്നു. ഞാൻ ഒത്തിരി അങ്ങനെ ആക്കലാണ്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കുക. നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞ എന്താ തെയ്യൂലത്. ഇന്ന് ബനാന കേക്ക് തീരെ തെയ്യൂല. നടിയിരിക്കും. തക്കാളിൻ്റെ കളർ നേരത്തെ നേരെ നോക്കിക്ക റെഡാണോ? നല്ലൊരു റെഡിഷ് പിങ്കാണ്. ഈ എന്താ ചെയ്യണ്ടേ നോക്കുക. ഓ പാല് ഞാൻ വാങ്ങിക്കുന്നു. തരി ഉണ്ടാക്കാൻ പോവാ. എന്റെ തരി ഉണ്ടാക്കാനുള്ള പാത്രം കരുതുന്നുണ്ട് കേട്ടോ. ബനാന കേക്കിനുള്ളത് ഈ തരിക്കുള്ളത് മോളാക്കുന്നുണ്ട് കേട്ടോ. എന്താ സാധനം? ഏലക്കായില് നല്ല ടേസ്റ്റുള്ള കറിയാ. രണ്ടെണ്ണം ഇടണുള്ളൂ. അല്ല, അഞ്ചെണ്ണം ഇട്ട്. ഞാൻ പറഞ്ഞ വന്ന് തെയ്യൂലെന്ന്. മാത്രം ഒരു കൂടി ഇടണോ? 6 മതി. 6 5 ഒന്നുകൂടി ഇട്ടോ. ഇത് 6 പാത്രം. നമ്മളിവിടെ കുറേ പാത്രങ്ങൾ, അടിപൊളി പാത്രങ്ങളുണ്ട്. വെച്ച് വാങ്ങിച്ചു. ചിക്കൻ മസാല അല്ലേ? ഇതാണ് നമ്മളെ മോളുണ്ടാ. അനീസ ചോദിച്ചു ഇത് എന്തുണ്ടാണ് എന്ന്. ഇതാണ് ഉണ്ടപ്പിടി ഉണ്ടാ. ഇത് മോളതാണ്. നല്ല രസത്തിൽ പൊരിച്ചോ. ഇന്നലെ ഉണ്ടായി അയച്ചാലൊരു ഉണ്ടാ. സമൂസ ഉണ്ടാക്കുന്ന ആള് മാറിയില്ല. അതവിടെ അത്തായിക്കളത്ത് എത്തിക്കുന്നുണ്ടോ? അത്തായിക്കളത്ത് എന്താ 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 വേണ്ടി എന്താ പറയും? ആ കണ്ണെത്തില്ലോ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഒന്ന് ഇങ്ങോട്ട് നോക്ക്. എനിക്ക് സമൂസ ആണോ? സമൂസ ആണോ അവൾക്ക്? സമൂസ തെറ്റേ? ഷിമ്മൂഷ തെറ്റേ? എനിക്ക് ഷെമ്മൂഷ തെറ്റേ? എനിക്ക് ഷെമ്മൂഷ തെറ്റേ? അങ്ങനെ ചിക്കൻ കറി ആയിട്ടോ. എന്നിട്ടും എന്തായിട്ടില്ല, നമ്മള് തരി ആയിട്ടില്ല. ഇത് വെറൈറ്റി ആണ്. നമ്മള് ബാംഗ്ലൂരിൽ പോയിന്. അപ്പൊ അവിടുന്ന് ഒരു പീരിയില് നമ്മള് കയറിയപ്പോ തിന്നതാണ്. സോറി, ഹോട്ടല്. ഹോട്ടലോ എനിക്ക് വയ്യ. പിന്നെ ഹോട്ടലിൽ കയറിയപ്പോ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പം ഉമ്മച്ച അതേപോലെ ഉണ്ടാക്കിയപ്പോൾ സെയിം ടേസ്റ്റാണ്. അപ്പം ഇന്ന് അതാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത്. അവിടെ കഴിഞ്ഞോ?
കുയ് തരിയായി, ചിക്കൻ കറിയായി, സമൂസ കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ പൊരിക്കാൻ. പൊരിച്ച് വെച്ചത് വറവിടാനാണ്. ഇതിലേക്ക് തരിയിലേക്ക് വറവിടാനാ? ചെറിയ പാത്രത്തിലാകുമ്പോൾ. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇതും കൂടി വെക്കൂല്ലേ? ഓക്കെ. തരിക്കഞ്ഞ് റെഡി ആയി. അടുത്തത് ബനാന അതിലാ നമ്മള് സാധാ കറിയില്ലേ? ആ അതിനെ കൊണ്ടാക്കരുത്. വേണ്ട. അങ്ങനെ സമൂസ പൊരിക്കലൊക്കെ കഴിഞ്ഞ് കറി രാത്രിത്തേക്കുള്ള കറി അടുപ്പത്ത് വെച്ചിട്ട് കൊണ്ടുപോവാം. ഇക്കാക്ക് വരാത്തതിനും കൊണ്ട് കാക്ക് തീ എടുത്തേക്കാട്ടോ. അനീസ ജ്യൂസിലേക്കുള്ളതൊക്കെ അരിഞ്ഞ് വെട്ടി വൃത്തിയാക്കുന്നുണ്ട്. അമ്മച്ചി പാത്രം കഴുകുന്നുണ്ട്. ഇത് കാക്കുള്ളതായിട്ട് എടുത്ത് വെക്കുന്നത്. ഇക്കാക്ക് സമൂസ ഭയങ്കര ഇഷ്ടം. വരുന്നേ അതെ ഇതൊന്നും കഷ്ണം കാക്കക്ക് കാക്കെടുത്ത കാട്ടോ. നോമ്പൊറക്കപ്പ വന്നാ ഈ മുന്നേ നോമ്പറന്നു. അല്ല നമ്മളെ സുന്ദരനും സുമുഖനും കസിമോൻ അങ്ങനൊക്കെ എഴുത്. എന്താണിടോ അങ്ങനെ എല്ലാ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടോ. സമൂസ ഉണ്ട്, ബനാന കേക്ക് ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്. അത് കാക്കക്ക് എടുത്തിച്ചു. വെള്ളം മുസമ്പി ജ്യൂസ്. ഇത് നോമ്പ് 30 ദിവസം ഇവിടെ ഉണ്ടാവും. സമൂസയും ഉണ്ടാവും അവിടെ നിർബന്ധം. അങ്ങനെ ഉപ്പച്ചിയൊക്കെ വന്ന് ബാങ്ക് കൊടുക്കുന്ന ടൈം അപ്പോൾ എല്ലാവരും ടേബിളിൽ സെറ്റായി പെട്ടെന്ന് എല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. നോമ്പ് തുറക്കണത് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നിറങ്ങി അടുപ്പത്ത് കറി എന്ത് ചെയ്യണം അത് നോക്കാൻ കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ മുഖം കാണിക്കാത്തതിൽ ആകെ വൃത്തിയോടായിരിക്കും ക്ഷീണിച്ചിട്ട്. അത് പിന്നെ മുഖം കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ റൂമിൽ പോയിട്ട് എന്താ പറയുക നിസ്കരിക്കും കുറച്ച് ഓടിയിട്ട് കിടന്നതിന് ശേഷം പിന്നെ എണീക്കുള്ളൂ കേട്ടോ. ചായക്കുള്ള വെള്ളം കേട്ടോ. അങ്ങനെ ഇന്ന് നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാഹ് ഭയങ്കര റാഹത്തായിട്ടാണ് തുറന്നത്. ഇപ്പോൾ റൂമിലൊക്കെ എത്തി. ഇനി നിസ്കരിക്കാനുണ്ട്. കുറച്ച് നേരം കിടന്നതിൻ്റെ ശേഷം ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്കൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. രാത്രി ഇനി പത്തിരി കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം കിടന്നതിൻ്റെ ശേഷം പിന്നെ ചോറ് കഴിക്കും. അപ്പോൾ അതിനൊക്കെ കാക്ക വരും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.